Now we shall discuss about air refrigeration systems. So these are systems using air as the working substance. So നമ്മളെപ്പോഴും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഐഡിയൽ ആയിട്ടുള്ള സിസ്റ്റം ഡിസ്കസ് ചെയ്യും അല്ലെ. ഐഡിയൽ ആയിട്ടുള്ള സിസ്റ്റം അനലൈസ് ചെയ്യും. നമ്മൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചു, ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും പഠിച്ചു. ദ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. അതേപോലെ ഒരു പ്രാക്ടിക്കൽ റെഫ്രിജറേഷൻ സിസ്റ്റം വരുന്നതിന് മുമ്പ്, അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഐഡിയൽ സിസ്റ്റം യൂസിങ് എയർ ആസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇവിടെ റെഫ്രിജറന്റ് എയർ ആണ്, അത്ര മനസ്സിലാക്കുക. റെഫ്രിജറന്റ് എയർ ആണ്. ഈ എയർ ആണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്, എയർ ആണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സിസ്റ്റം പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. നമ്മളിവിടെ എഞ്ചിൻ പഠിച്ചപ്പോൾ, ഹീറ്റ് എഞ്ചിൻ പഠിച്ചപ്പോൾ ആദ്യം കാർനോട്ട് സൈക്കിൾ പഠിച്ചു, അങ്ങനെ കാർനോട്ട് എഞ്ചിൻ ഉണ്ടായി. ഇവിടെ കാർനോട്ട് സൈക്കിൾ നമ്മൾ റിവേഴ്സ് ചെയ്തു. സോ ഇറ്റ് ഈസ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ കാർനോട്ട് സൈക്കിൾ ഗീവ്സ് എ ഹീറ്റ് എഞ്ചിൻ. സോ ദിസ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ഗീവ്സ് എ റെഫ്രിജറേറ്റർ അല്ലെ. ഒരു റെഫ്രിജറേഷൻ സൈക്കിളാണ്. നിങ്ങൾക്കറിയാം കാർനോട്ട് സൈക്കിൾ, 2 റിവേഴ്സിബിൾ അഡിയബാറ്റിക്സ്, 2 റിവേഴ്സിബിൾ ഐസോതെർമൽസ്. 2 reversible adiabatics are isentropics, right? Reversible plus adiabatic, it becomes isentropic. So 2 isentropics, 2 isothermals. So the same Carnot diagram, Carnot cycle, reverse Carnot cycle is given in PV diagram and TS diagram. നിങ്ങൾ TS diagram ഒന്ന് ഫോളോ ചെയ്യുക. TS diagram റെക്ടാങ്കിൾ ആവുമെന്ന് പഠിക്കുക. റെക്ടാങ്കിൾ ആവും. റെക്ടാങ്കിളിന്റെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐസെൻട്രോപിക്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോതെർമൽസ്. സോ നമുക്ക് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1 2 ഐസെൻട്രോപിക് കംപ്രഷൻ, ഐഡിയൽ കംപ്രഷൻ, ഐസെൻട്രോപിക് കംപ്രഷൻ. 2 3 ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഹീറ്റ് റിജക്ട് ചെയ്യാം. Q2 amount of heat is rejected. 3 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, constant entropy expansion. 4 1 it is isothermal heat addition. So Q1 amount of heat is given, Q1 amount of heat is absorbed. So the heat is absorbed at low temperature. This T1 equal to T4 is the low temperature. അപ്പോൾ low temperature ലാണ് heat absorb ചെയ്യുന്നത്. അപ്പോൾ low temperature body നിന്ന് heat absorb ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരു cooling effect ഉണ്ടാവും, refrigeration ഉണ്ടാവും. So as it is absorbed from low temperature, the cycle is a refrigeration cycle. This gives you refrigeration, and Q2 is the refrigeration effect. This Q2 is the refrigeration effect. Refrigeration effect is nothing but the heat absorbed from the low temperature. Low temperature in absorb ചെയ്യുന്ന heat ആണ് refrigeration effect. So നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. പറയുന്നതിന് മുമ്പ് ഒരു Q equal to dQ equal to TdS. dQ equal to TdS. Condition എന്താ? It should be a reversible process. For any reversible process, dQ equal to TdS. ഇത് സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കേട്ടോ. dQ equal to TdS. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് വിചാരിച്ചോ. Q equal to integral 1 to 2 dQ, integral 1 to 2 TdS. Temperature constant T comes out. T integral 1 to 2 ds. Integral 1 to 2 ds is S2 minus S1. So Q is equal to constant temperature T into S2 minus S1. അപ്പോൾ ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എല്ലാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് അല്ലേ. Q2 റെഫർ ചെയ്യുക, പ്രീവിയസ് ആയിട്ടൊന്ന് റെഫർ ചെയ്യുക. Q2 കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ T2 into S2 minus S3. Constant temperature T2 into S2 minus S3. Q1 constant temperature T1 into S1 minus S4. അപ്പോൾ നിങ്ങൾ ആ സ്ലൈഡ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ T1 equal to T4, T2 equal to T3. ഹീറ്റ് റിജക്റ്റഡ് ആണ് Q2, ഹീറ്റ് അബ്സോർബ്ഡ് ആണ് Q1. സോ അവിടെ നമുക്ക് ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആ ടേം എടുത്ത് ബാക്കിയുള്ള എൻട്രോപ്പി ചേഞ്ച് ആയിട്ട് എടുത്തു അല്ലെ. S1 minus S4, S2 minus S3. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്താ? നെറ്റ് വർക്ക് ഡൺ ഈസ് Q2 minus Q1. Heat rejected minus heat absorbed അല്ലെ. So T2 into S2 minus S3, T1 into S1 minus S4. അപ്പോൾ COP യുടെ ക്വസ്റ്റൻ എന്താ? റെഫ്രിജറേഷൻ ഇഫക്ട് ബൈ നെറ്റ് വർക്ക് ഡൺ ആണ്. റെഫ്രിജറേഷൻ ഇഫക്ട് ഈസ് T1 into S1 minus S4. Heat absorbed from the low temperature is the refrigeration effect. നിങ്ങൾ അവിടെ നോക്കുക മനസ്സിലാവും. ഈ S1 minus S4, S2 minus S3, S1 minus S2 ഈ ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. കാരണം എന്താ? S1 equal to S2, S4 equal to S3. 1 2 is isentropic, 4 3 is 3 4 is isentropic.
So S1 minus S4 is equal to S2 minus S3. അതല്ല ഒരു റെക്ടാങ്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ എല്ലാം സൈഡ് ആണ് അല്ലേ, റെക്ടാങ്കിളിന്റെ സൈഡ് ആണത്. S1 minus S4, S2 minus S3. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആവും. So COP becomes T1 by T2 minus T1. T1 by T2 minus T1. T1 is a low temperature, T2 minus T1 is the temperature difference. അപ്പോൾ ഹീറ്റ് പമ്പ് ആണെങ്കിൽ this plus 1, so T2 by T2 minus T1. High temperature by temperature difference. So it is observed that COP of a Carnot refrigerator is a function of temperature only, and it is dependent on the properties of air. It gives a maximum COP for any reversible refrigeration system working between the given pressure limits. നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത് കാർനോട്ട് എഞ്ചിനാണ്, അതേപോലെ ഏറ്റവും കൂടുതൽ COP ഉള്ളത് കാർനോട്ട് റെഫ്രിജറേറ്ററിനാണ്. And COP of a Carnot refrigerator system increases with as high temperature decrease or low temperature increase. അല്ലേ, ഈ ലോ ടെമ്പറേച്ചർ കൂടിയാലോ ഹൈ ടെമ്പറേച്ചർ കുറഞ്ഞാലോ COP, ഹൈ ടെമ്പറേച്ചർ കൂടിയാലോ രണ്ട് ടെമ്പറേച്ചർ കൂടണം. ലോ ടെമ്പറേച്ചർ കൂടിയാലോ ലോ ടെമ്പറേച്ചർ കൂടിയാൽ ഡിനോമിനേറ്റർ കൂട്ടും, ഹൈ ടെമ്പറേച്ചർ കൂടിയാൽ ഈ ഡിഫറൻസ് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് COP കൂട്ടാം. ഓക്കെ, അടുത്തത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ Bell-Coleman സൈക്കിൾ ആണ്. ദിസ് ഈസ് എ പ്രാക്ടിക്കൽ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ എല്ലാം റെഫ്രിജറേഷൻ ഇത് വെച്ചാണ് കേട്ടോ. എയർക്രാഫ്റ്റിൽ റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, അതെല്ലാം എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇതിന് പറയുന്നത് റിവേഴ്സ് ബ്രാട്ടൺ സൈക്കിൾ എന്നാണ്. റിവേഴ്സ് ബ്രാട്ടൺ സൈക്കിൾ യു സ്റ്റഡീഡ് ഇൻ ഗ്യാസ് ടർബൈൻസ് അല്ലേ. ഗ്യാസ് ടർബൈൻ സൈക്കിളാണ് ബ്രാട്ടൺ സൈക്കിൾ. ബ്രാട്ടൺ സൈക്കിളിനെ റിവേഴ്സ് ചെയ്താൽ നമുക്ക് Bell-Coleman സൈക്കിൾ ആവും. സോ കമ്പോണൻസ് നോക്കുക, ഒരു കമ്പോണന്റ് നോക്കാം. റെഫ്രിജറേറ്റർ, കംപ്രസർ, കൂളർ, എക്സ്പാൻഡർ. രണ്ടും സെയിം ഫിഗർ ആണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവണ്ട. രണ്ടും സെയിം ഫിഗർ ആണ്. റെഫ്രിജറേറ്റർ, കംപ്രസർ, കൂളർ, എക്സ്പാൻഡർ. So air is coming in, air is compressed in the compressor, that is isentropic compression, and that compressed air is given to a cooler where the heat is rejected from air to a coolant. ആ എയറിൽ നിന്ന് ഒരു കൂളന്റിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യും. Then it goes to an expander where it is further expanded to low pressure by undergoing isentropic expansion. Then it goes to the refrigerator. ഇവിടെ എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ ലോ ആയിരിക്കും എയറിന്റെ, so that temperature of air is less than the temperature inside the refrigerator, so that heat is transferred from the body inside the refrigerator to air, so cooling effect is produced. ഇവിടെയാണ് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. റെഫ്രിജറേറ്ററിലാണ് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ആ റെഫ്രിജറേറ്ററിൽ ഉണ്ടായ കൂളിംഗ് എഫക്റ്റ് ബ്രൈനിലേക്ക് കൊടുത്ത സെക്കൻഡറി റെഫ്രിജറന്റ് ആണ് ബ്രൈൻ കേട്ടോ. അപ്പോൾ ബ്രൈൻ പോയി ഫർദർ കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. എനിവേ, നിങ്ങൾ ഇവിടെയാണ് കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നത് മനസ്സിലാക്കുക. കൂളറിലല്ല. എയർ കൂളർ ഈസ് ഫോർ കൂളിംഗ് ദ റെഫ്രിജറേറ്റർ കേട്ടോ. റെഫ്രിജറന്റ് കൂൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എയർ കൂളർ. whereas the actual cooling effect is produced inside the refrigerator where the external thing is cooled. So ഈ രണ്ട് പ്രോസസ്സും compression expansion isentropic ആണ്, and the process inside the cooler and the process inside the refrigerator are at constant pressure. So two isentropics, two constant pressure. നമുക്ക് ഇതിന്റെ TS diagram നോക്കാം, PV diagram നോക്കാം. PV diagram first compression ആണ്, low pressure to high pressure by undergoing isentropic compression. Low pressure to high pressure isentropic, entropy remains constant. Then air is cooled in the air cooler 2-3, constant pressure cooling. Here heat is rejected, so 2-3 is constant pressure cooling. Then 3-4 is again process inside the expander, isentropic expansion. So entropy remains constant, S3 equal to S4. So here isentropic expansion. So the equation for the isentropic process is PV raised to gamma is a constant. That you know, isentropic process PV raised to gamma is a constant. And for last one, constant pressure heating, that is inside the refrigerator, the heat is absorbed, that is at constant pressure. 4-1 constant pressure heating. So that is the Bell-Coleman cycle in PV diagram and TS diagram. So same thing. So heat rejected, that is during 2-3. Always you follow this equation. The heat transfer is Cp delta T. Constant pressure on 2-3, constant pressure on 4-1. So heat rejected Q23 is Cp into T2 minus T3. Cp into T2 minus T3. And the heat is absorbed during 4-1. So Qa is Q41 Cp into temperature difference here T1 minus T4. നിങ്ങൾ TS diagram നോക്കിയിട്ട്
positive difference എടുക്കുക കേട്ടോ. So here Cp into T2 minus T3, here Cp into T1 minus T4, and the net work done is heat rejected minus heat absorbed. So Cp into T2 minus T3 minus Cp into T1 minus T4. So you got the net work done and the heat absorbed. Heat absorbed is the refrigeration effect. COP is heat absorbed by work done. Cp into T1 minus T4 is the refrigeration effect, QA difference. So Cp is cancelled. So you got the equation in terms of some temperatures. Right? All temperatures are there, T1, T2, T3 and T4. Denominator in the T4 പുറത്തെടുക്കുക, sorry, numerator in the equation in the T4 പുറത്തെടുക്കുക, denominator T3 പുറത്തെടുക്കുക. So എന്താവും T4 into T1 by T4 minus 1, എന്താവും T3 into T2 by T3 minus 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അവിടെ 1, 2 ഐസെൻട്രോപിക് ആണ്. ഇക്വേഷൻ നോക്കുക. Pressure temperature relationship, isentropic process. T2 by T1 is P2 by P1 the whole ratio gamma minus 1 by gamma. And T3 by T4 expansion, P3 by P4 all raised to gamma minus 1 by gamma. But equation നോക്കുകയാണെങ്കിൽ P2 equal to P3 അല്ലേ, 2, 3 constant pressure, P1 equal to P4. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡ് എല്ലാം സെയിം ആണെന്ന് പറയാം. ഈ രണ്ട് ഇക്വേഷന്റെയും ഇക്വേഷൻ 2ന്റെയും ഇക്വേഷൻ 3യുടെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. കാരണം P2 equal to P3, P1 equal to P4. ലെഫ്റ്റ് സൈഡും സെയിം ആവില്ലേ, T2 by T1 equal to T3 by T4 or T2 by T3 equal to T1 by T4. അപ്പോൾ T2 by T3 ഉം T1 by T4 ഉം സെയിം ആണ്. So T2 by T3 minus 1 will be equal to T1 by T4 minus 1. അപ്പോൾ ഈ ടേം എല്ലാം ഇക്വേഷൻ 1ലെ ബ്രാക്കറ്റിലുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ആവും. T1 by T4 minus 1 is equal to T2 by T3 minus 1. എല്ലാം കോമൺ ആണ്. So COP is T4 by T3 minus T4, 1 by T4 വെച്ച് എല്ലാം ഡിവൈഡ് ചെയ്തു, T3 by T4 minus 1, T3 by T4 is P3 by P4 the whole raised to gamma minus 1 by gamma. Previous slide നോക്കുക, P2 by P1 the whole raised to gamma minus 1 by gamma. This P2 by P1 is the compression ratio. എത്ര പ്രഷറിലേക്ക് compress ചെയ്തു. That is P2 by P1 equal to P3 by P4. That is RP. So 1 by RP raised to gamma minus 1 by gamma. So COP is a function of this compression ratio only. And COP of Coleman refrigerator decreases with increase in compression ratio. Compression ratio കൂടുന്തോറും denominator കൂടും, COP കുറയും. So this is the equation of derivation of COP of Coleman cycle. Okay, thank you.